എല്ലാവർക്കും നമസ്കാരം. സീതയും രാമനും ലക്ഷ്മണനും എല്ലാവരും ദണ്ഡകാരണ്യത്തിലെത്തിയിരിക്കുകയാണ്. കൊട്ടാരത്തിലാണെങ്കിലും ആരണ്യത്തിലാണെങ്കിലും സ്ത്രീ കഥാപാത്രങ്ങളെ കഥയുടെ ഗതി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. കൊട്ടാരത്തിൽ കൗസല്യ ഉണ്ടായപ്പോഴും സുമിത്ര ഉണ്ടായപ്പോഴും മന്ധരയും കൈകേയിയുമാണ് അവിടെ കഥയുടെ ഗതി തിരിച്ചുവിട്ടത്. കാട്ടിലെത്തി സീതയും രാമനും ലക്ഷ്മണനും ആശ്രമജീവിതം നയിക്കുമ്പോഴേക്കും ശൂർപ്പണഖ എന്ന രാക്ഷസ സ്ത്രീ എത്തുകയും അവൾക്കുണ്ടായ അനുഭവം വെച്ച് അവളുടെ തന്നെ സഹോദരന്മാരായ ഖരനെയും ദൂഷണനും എല്ലാവരും മരണത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുകയാണ്. ഇപ്പോൾ രാവണനും എത്തിച്ചേരാണ്. രാവണ സന്നിധിയിലാണ് ഇപ്പോൾ പരാതി ചെന്നിരിക്കുന്നത് ശൂർപ്പണഖയുടെ. ഇനി സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നാമരാമായണത്തിലെ ഒരു 6 നാമം ഞാൻ ചൊല്ലിയിടാം, വേണ്ടവർക്ക് പഠിക്കും. കൗസല്യ സുഖവർദ്ധന രാമ വിശ്വാമിത്രപ്രിയധന രാമ ഘോരതാടക ഘാതക രാമ മാരീജാതിനിപാതക രാമ കൗശികമഖ സംരക്ഷക രാമ ശ്രീമദഹല്യോദ്ധാരക രാമ. രാവണൻ സീതയോടൊന്നിച്ച് ലങ്കയിലെത്തിയിരിക്കുന്നു. ആജ്ഞാനുവർത്തിനികളും ബീബൽ സ്വരൂപിണികളുമായ കുറേ രാക്ഷസികളെ വിളിച്ച് രാവണൻ സീതയെ സൂക്ഷിക്കുന്ന ജോലി അവരെ ഏൽപ്പിച്ചിട്ട് കൽപ്പിച്ചു. പുരുഷനായാലും ശരി, സ്ത്രീയായാലും ശരി, ആരും ഈ മനുഷ്യ സ്ത്രീയെ കാണാൻ പാടില്ല. എൻ്റെ അനുവാദം വാങ്ങാത്തിടത്തോളം ഇവൾക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾക്കോ ആഭരണങ്ങൾക്കോ യാതൊരു കുറവും വരാൻ പാടില്ല. നിങ്ങളിൽ ആരും ഇവൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ സംസാരിക്കുകയും അരുത്. അടുത്തതായി ലങ്കേശ്വരൻ അനുചര പ്രമുഖന്മാരിൽ 8 പേരെ വരുത്തി അവർക്കൊരു ആജ്ഞ നൽകി. ജനസ്ഥാനത്ത് താമസമുറപ്പിച്ചിരുന്ന ഖരനെയും അനുയായികളെയും രാമൻ എന്നൊരു മനുഷ്യൻ കൊന്നൊടുക്കിയിരിക്കുകയാണ്. നിങ്ങൾ ജനസ്ഥാനത്ത് ചെന്ന് താമസിച്ച് രാമൻ്റെ ഓരോ നീക്കവും കണ്ടറിഞ്ഞ് അപ്പോൾ രഹസ്യമായി എന്നെ അറിയിച്ചു കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവനെയും അനുജനായ ലക്ഷ്മണനെയും വകവരുത്തുകയും വേണം. അന്തഃപുരത്തിലൊരിടത്ത് പാർപ്പിച്ചിരിക്കുന്ന ശ്രീരാമപത്നിയെ പ്രലോഭിപ്പിച്ച് തനിക്ക് വശകയാക്കാമെന്നുള്ള ആശയോടുകൂടി രാവണൻ ഐശ്വര്യമുള്ള ആ പതിവ്രത രത്നത്തിൻ്റെ സവിധത്തിലെത്തി പറഞ്ഞു: സീതേ, എൻ്റെ അധീനതയിലുള്ള അസംഖ്യം വീരരാക്ഷസന്മാർ വസിക്കുന്ന ഈ ലങ്കാനഗരിയെ ആക്രമിച്ച് കീഴടക്കുവാൻ ഇന്ദ്രാദി ദേവന്മാർക്കും സാധിക്കുകയില്ല. ചക്രവർത്തിത്വത്തിൻ്റെ സകല സൗഖ്യങ്ങൾ അനുഭവിക്കുകയും അധികാരങ്ങൾ വഹിക്കുകയും ചെയ്യുന്ന ഞാൻ നിനക്കിതാ എൻ്റെ സർവസ്വവും സമർപ്പിക്കുന്നു. എൻ്റെ ലാവണ്യവതികളായ അനേകം പത്നിമാരുടെ യജമാനത്തിയായി ഞാൻ നിനക്ക് സ്ഥാനം തരാം. സ്വരാജ്യത്തിൽ നിന്ന് ബഹിഷ്കൃതനായി കൊടുങ്കാട്ടിൽ അലഞ്ഞു തിരിയുന്ന രാമന് എന്തു ചെയ്യാൻ കഴിയും? നിനക്ക് ഇനിമേൽ അവനെ കാണണമെന്ന ആഗ്രഹം ഒരിക്കലും നടക്കുകയില്ല. എല്ലാ വിധത്തിലും നിനക്ക് യോജിച്ച ഭർത്താവ് ഞാനാണ്. എൻ്റെ ലങ്കാരാജ്യത്തിലെ ചക്രവർത്തിനിയായി ഞാൻ നിനക്ക് അഭിഷേകം ചെയ്യാം. വനവാസം കഴിഞ്ഞതോടുകൂടി നിന്റെ ദുഷ്കാലം അവസാനിച്ചതായും ഇനി അങ്ങോട്ടുള്ള കാലം സുഖിക്കാനുള്ളതാണെന്നും നീ മനസ്സിലാക്കണം. ദിവ്യങ്ങളായ ആഭരണങ്ങൾ, മറ്റൊരിടത്തുമില്ലാത്ത വിശേഷ വസ്ത്രങ്ങൾ, ഇച്ഛാനുസരണം വായുസഞ്ചാരം ചെയ്യുന്ന പുഷ്പക വിമാനം, ആയിരക്കണക്കിന് ദാസികൾ എല്ലാം നിനക്കിനി അധീനമായിരിക്കും. ഇതൊക്കെ കേട്ടുകൊണ്ട് വസ്ത്രാഞ്ചലത്താൽ മുഖം പൊത്തിക്കൊണ്ട് ധാരധാരയായി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് നിൽക്കുന്ന ശ്രീരാമപത്നി മൗനം അവലംബിച്ചതേയുള്ളൂ. രാവണൻ തുടർന്നു: സീതേ, ഈ രാവണൻ ഇന്നോളം ഒരു സ്ത്രീയുടെയും മുമ്പിൽ ശിരസ് കുനിച്ചിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായി ഇപ്പോൾ ഞാൻ അപ്രകാരം ചെയ്യുകയാണ്. നിന്റെ ആജ്ഞാകാരിയായ ഭൃത്യനാണ് ഞാൻ. നീ എന്നിൽ പ്രസാദിക്കണം. അതുവരെ ഹൃദയത്തെ മതിച്ചുകൊണ്ടിരുന്ന ദുഃഖത്തെ തീവ്രയത്നം ചെയ്ത് അമർത്തിയും ആ ദുഃഖത്തിൽ നിന്ന് ജന്യമായ ബാഷ്പധാര തുടച്ചും പതിവ്രതാ സഹജമായ ധൈര്യം അവലംബിച്ചും ഒരു പുൽക്കൊടി പറിച്ച് മുമ്പിലിട്ടിട്ട് ഇടറാത്തതും പതറാത്തതുമായ മധുരഗംഭീര സ്വരത്തിൽ സീത പറഞ്ഞു: ഹേ രാവണ, ദശരഥപുത്രനും ധർമ്മസ്വരൂപനുമായ ശ്രീരാമനാണ് എൻ്റെ ആത്മനാഥൻ. അദ്ദേഹം കാണുകയാണ് നീ എന്നെ അപഹരിക്കാൻ ശ്രമിച്ചതെങ്കിൽ ഖരൻ്റെ ഗതി നിനക്കും കിട്ടുമായിരുന്നു. ദേവന്മാരും മറ്റ് അമാനുഷ വർഗക്കാർക്കും നിന്നോട് തോറ്റെന്ന് വരാം. പക്ഷേ ശ്രീരാമനെ കാണുമ്പോൾ നിന്റെ ജീവിതം അവസാനിക്കും. ശ്രീ പരമേശ്വരൻ്റെ തൃക്കണ്ണിൽ നിന്ന് കാമദേവനുണ്ടായ അനുഭവം നിനക്കുമുണ്ടാവും. ശ്രീരാമബാണത്തിൻ്റെ ശക്തി വർണ്ണനയ്ക്ക് അതീതമാണ്. ചന്ദ്രബിംബത്തെ ഭൂമിയിൽ വീഴ്ത്തുവാൻ, സമുദ്രത്തെ മരുഭൂമിയാക്കുവാൻ അതിന് കഴിയും. എന്നെ അപഹരിച്ചത് കാരണം നീയും നിന്റെ വംശവും നശിക്കും.
അത്രയും കേട്ടപ്പോൾ രാവണന്റെ ക്ഷമ കെട്ടു. സീതേ, ഞാൻ നിനക്ക് 1 വർഷത്തെ കാലാവധി തരികയാണ്. അതിനുള്ളിൽ നീ എനിക്ക് വഴങ്ങാതിരുന്നാലോ ഞാൻ നിന്റെ ശരീരം കഷ്ണങ്ങളായി വെട്ടിനുറുക്കും. തുടർന്ന് പരധാരാസക്തനായ നക്തഞ്ചരാധിപൻ ഘോരസ്വരൂപിണികളായ കുറേ രാക്ഷസികൾക്ക് ആജ്ഞ നൽകി. താൻ പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്ന ഈ മനുഷ്യ സ്ത്രീയെ അശോകവനത്തിൽ പാർപ്പിച്ച് സൂക്ഷിക്കണമെന്നും അനുനയ വചനങ്ങൾ കൊണ്ട് അവളുടെ മനസ്സ് മാറ്റാൻ കഴിയുന്നത്ര ശ്രമിക്കണമെന്നും. അങ്ങനെ രാവണന്റെ അന്തപുരത്തിൽ നിന്നും നയിക്കപ്പെട്ട് അശോകവനത്തിൽ പാർപ്പു തുടങ്ങുവാൻ സീത നിർബന്ധിതയായി. നിബിഡമായി വളരുന്ന അശോകവൃക്ഷങ്ങളാലും വിവിധ വർണ്ണങ്ങളിലുള്ള കുസുമമഞ്ജരികൾ വഹിക്കുന്ന ലതകളാലും പരിശോഭിതമായിരുന്ന സീതയുടെ പുതിയ വാസസ്ഥാനം. മരക്കൊമ്പുകളിൽ നിന്ന് മരക്കൊമ്പുകളിലേക്ക് പാറിപ്പറന്ന് വിഹരിക്കുന്ന പക്ഷിവൃന്ദങ്ങളുടെ കളകളസ്വനങ്ങൾ നിറഞ്ഞതായിരുന്നു അവിടുത്തെ അന്തരീക്ഷം. എന്നാൽ നയനാനന്ദകരവും കർണാനന്ദകരവുമായ ഈ അവസ്ഥാവിശേഷങ്ങൾ ഭർതൃവിരഹിണിയായ ജനകനന്ദിനിയെ സംബന്ധിച്ചിടത്തോളം നിലവിലുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. തീവ്രമായ ദുഃഖം കൊണ്ടും അവർണ്യമായ ഭയം കൊണ്ടും അവസാനിക്കാത്ത നിരാശ കൊണ്ടും വലഞ്ഞിരുന്ന ആ സാധ്യമണിയുടെ മനസ്സ് സദാ നീറ് പിടഞ്ഞുകൊണ്ടിരുന്നു. ആ സ്ഥിതിയിൽ സീതയെ ലങ്കയിലെ അശോകവനത്തിൽ വിട്ടിട്ട് നമുക്ക് മായാമൃഗത്തെ അന്വേഷിച്ച് പുറപ്പെട്ട് ശ്രീരാമന്റെ അടുക്കലേക്ക് പോകേണ്ടിയിരിക്കുന്നു. തീക്ഷ്ണ ബാണപ്രയോഗത്താൽ മാരീചരാക്ഷസനെ കാലപുരിയിലേക്ക് അയച്ചിട്ട് ശ്രീരാമൻ ആശ്രമത്തിലേക്ക് തിരിച്ചു പോകാനായി ഒരു കാൽ വെച്ചതേയുള്ളൂ. അതാ കർണപുടങ്ങളെ ഭേദിക്കുമാറ് അടുത്തൊരു ദിക്കിൽ നിന്ന് കേൾക്കപ്പെടുന്ന ഒരു കുറുക്കൻ്റെ ഓരിയടൽ. ആ സമയത്ത് ഏറ്റവും അശുഭകരമാണ് ആ ശബ്ദമെന്ന് അറിയാമായിരുന്ന ശ്രീരാമന്റെ മനസ്സ് അത്യന്തം അസ്വസ്ഥമായി തീർന്ന് ചിന്തകളെ പല വഴികളിലേക്ക് തിരിച്ചുവിട്ടു. സീതയ്ക്ക് എന്തെങ്കിലും അപായം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. മായാവികളായ ഏതെങ്കിലും രാക്ഷസന്മാർ അവളെ ഉപദ്രവിച്ചേക്കുമോ? എൻ്റെ സ്വരം അനുകരിച്ചാണ് മാരീചൻ മരിക്കും മുമ്പ് ഉറക്ക വിളിച്ചു പറഞ്ഞത്. അത് കേട്ട് ലക്ഷ്മണന് ചാഞ്ചല്യം ഉണ്ടാവുകയില്ല, ശരിയാണ്. പക്ഷെ എന്നെ അന്വേഷിക്കാനായി സീത അവനെ പറഞ്ഞയക്കാതിരിക്കുകയില്ല. ഏതായാലും ഉടനെ ആശ്രമത്തിലേക്ക് മടങ്ങുക തന്നെ. അങ്ങോട്ടേക്ക് അതിവേഗത്തിൽ നടന്നു തുടങ്ങിയ ശ്രീരാമൻ മറ്റു ചില മൃഗങ്ങളുടെയും പക്ഷികളുടെയും ദുശകന സൂചകങ്ങളായ ശബ്ദങ്ങൾ കേട്ട് കൂടുതൽ ചഞ്ചലനായി. ഇരട്ടിച്ച വേഗത്തോടെ ആശ്രമം ലക്ഷ്യമാക്കി വീണ്ടും മുന്നോട്ട് പോയ ശ്രീരാമൻ അല്പദൂരം കഴിഞ്ഞ് കണ്ടത് തൻ്റെ നേർക്ക് വരുന്ന ലക്ഷ്മണനെയായിരുന്നു. അടക്കാനാവാത്ത എന്തോ ദുഃഖത്തിന് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് നിശബ്ദമായി വിളിച്ചോതുന്നതായിരുന്നു ലക്ഷ്മണന്റെ മുഖമെങ്കിലും തൻ്റെ ആജ്ഞ അവഗണിച്ച സീതയെ ആശ്രമത്തിൽ തനിച്ചാക്കിയിട്ട് വന്നിരിക്കുന്ന അനുജനോട് ശ്രീരാമൻ കയർക്കുകയാണ് ചെയ്തത്. ലക്ഷ്മണ, നിന്റെ പ്രവൃത്തി നിന്ദ്യമായിപ്പോയി. സീതയെ വിട്ടിട്ട് നീ ഇറങ്ങിപ്പോന്നുവല്ലോ. ആരോ അവളെ അപഹരിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്ന് എനിക്ക് മിക്കവാറും തീർച്ചയാണ്. അതോ മാംസഭോജികളായ അരക്കന്മാർ അവളെ കൊന്നു തിന്നിരിക്കുമോ? അമംഗളങ്ങൾ തന്നെയാണ് ഞാൻ എല്ലായിടത്തും കാണുന്നത്. അവളെ ജീവനോട് നമുക്ക് തിരിച്ചു കിട്ടുമോ? മൃഗരൂപം ധരിച്ച രാക്ഷസൻ എന്നെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഞാൻ അവനെ വധിച്ചു, ശരിയാണ്. എങ്കിലും എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നു. വാക്കുകൾ ഉച്ചരിക്കാൻ ശക്തനാകാതെ തലയും താഴ്ത്തി കണ്ണുനീർ നിറയുന്ന കണ്ണുകളോടെ തൻ്റെ ആരാധനാപാത്രമായ ജ്യേഷ്ഠനെ നോക്കി ലക്ഷ്മണൻ നിശബ്ദനായി നിസ്സഹായനായി നിന്നതേയുള്ളൂ. സമ്മിശ്രമായ കോപതാപങ്ങൾ സ്ഫരിക്കുന്ന സ്വരത്തിൽ സ്വതവേയുള്ള ശാന്തഗംഭീരഭാവം ഉപേക്ഷിച്ച് വികാരങ്ങളുടെ അടിമയായവനെ പോലെ പെരുമാറുന്ന ശ്രീരാമൻ്റെ അധരങ്ങളിൽ നിന്ന് കലങ്ങിമറിയുന്ന അരുവിയെ ഓർമ്മിപ്പിക്കുമാറ് വാക്കുകളുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടായി. ലക്ഷ്മണ, വനവാസത്തിലെ കഷ്ടപ്പാടുകൾ പുഞ്ചിരിയോടെ സഹിച്ച് എന്നെ അനുഗമിച്ച സീത എവിടെ? അവളെ കൂടാതെ ഞാൻ ജീവിച്ചിരിക്കുകയില്ല. നീ മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ എൻ്റെ മരണം കൊണ്ട് കൈകേയി അമ്മ സന്തോഷിക്കുമോ? ഇന്നേ വരെ എന്നെ വേർപിരിഞ്ഞിട്ടില്ലാത്ത ശ്രീത ആശ്രമത്തിലില്ലേ? നിന്റെ നോട്ടക്കുറവ് കാരണം അവളെ രാക്ഷസന്മാർ പിടിച്ചുകൊണ്ടുപോയിരിക്കുമോ? മാരീചൻ മരണസമയത്ത് നിന്റെ പേർ വിളിച്ചപ്പോൾ നീ വഞ്ചിക്കപ്പെട്ടോ? എൻ്റെ സ്വരമാണ് എന്ന് തെറ്റിദ്ധരിച്ച് സീത നിന്നെ പറഞ്ഞയച്ചതായിരിക്കണം. നീ ഇറങ്ങിത്തിരിച്ചതുമായിരിക്കണം. അത് വല്ലാത്ത തെറ്റായിപ്പോയി. നമ്മോട് പ്രതികാരം അനുഷ്ഠിക്കുവാൻ രാക്ഷസന്മാർ സഹായിക്കുമാറ് നീ സീതയെ തനിച്ചാക്കി. ഖരനെയും അനുചരന്മാരെയും ഞാൻ വധിച്ചതിൽ അവർക്ക് എന്നോട് ഒടുങ്ങാത്ത പകയുണ്ട്. അത്രയും പറഞ്ഞ് ശ്രീരാമൻ ഇടറുന്ന കാൽവെപ്പുകളോടെ ലക്ഷ്മണനാൽ അനുഗതനായി ആശ്രമം ലക്ഷ്യമാക്കി കഴിയുന്നത്ര വേഗത്തിൽ നടന്നു തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ലക്ഷ്മണന്റെ കർത്തവ്യബോധമില്ലായ്മ എടുത്തെടുത്ത് പറയാൻ ശ്രീരാമന്റെ സഹോദര സ്നേഹം വിഘാതമായില്ല. ഇനിയും മൗനം ഭഞ്ജിക്കുന്നത് അനിവാര്യമായിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട ലക്ഷ്മണൻ നടന്നതെല്ലാം യഥാർത്ഥ രൂപത്തിൽ വിവരിച്ചിട്ട് തന്നിൽ സീത ആരോപിച്ച അർത്ഥശൂന്യമായ പാപചിന്തയും അറിയിച്ചു. എന്നിട്ടും ശ്രീരാമന് സമാധാനം വന്നില്ല. ലക്ഷ്മണ, എന്തോ ദേഷ്യമുണ്ടായി സീത പരുഷം പറഞ്ഞതാവണം. അത് കേട്ട് നീ അവളെ ഏകാഗ്നിയായി വിട്ടിട്ട് വന്നത് ഒട്ടും ശരിയായില്ല. നിനക്ക് വലിയ തെറ്റുപറ്റിപ്പോയി. നീ എൻ്റെ ആജ്ഞ അനുസരിച്ചില്ല. അത്രയും ആയപ്പോഴേക്കും ലക്ഷ്മണന്റെ മുമ്പിലായി ആശ്രമ പരിസരത്തിൽ എത്തിച്ചേർന്ന ശ്രീരാമൻ പുറത്തെങ്ങും സീതയെ കാണാഞ്ഞ് പരിഭ്രാന്തനായി അകത്തേക്ക് ഓടിക്കയറി എല്ലായിടങ്ങളിലും പരിശോധിച്ചുവെങ്കിലും ഒരിടത്തും പത്നിയുടെ പൊടി പോലും കാണപ്പെട്ടില്ല. വിടർന്നു വിലസുന്ന സരോജ കുസുമങ്ങൾ ഒന്നുപോലും ഇല്ലാത്ത പൊയ്കയെ പോലെ തോന്നിയ ആശ്രമത്തിൻ്റെ ചുറ്റുപാടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങളെല്ലാം വാടിക്കരിഞ്ഞിരുന്നു.
സാധാരണയായി അടുത്തുള്ള പുൽത്തകടികളിൽ ചാടിയും ഓടിയും കൂത്താടുന്ന മാനുകളും മറ്റു മൃഗങ്ങളും ഏതോ ദുഃഖത്തിന് അടിമപ്പെട്ടവയെപ്പോലെ നിശ്ചലരായി നിൽക്കുന്നു. ചിറകടി ശബ്ദങ്ങൾ കൊണ്ടും കളകൂജനങ്ങൾ കൊണ്ടും വനാന്തരീക്ഷത്തെ ശബ്ദായമാനമാക്കാറുള്ള പക്ഷിവൃന്ദങ്ങൾ മൂകത പാലിക്കുകയും ചെയ്തിരുന്നു. എല്ലാം കൂടി ആയപ്പോൾ ശ്രീരാമൻ എന്തെന്നില്ലാത്ത ഒരുതരം പരിഭ്രമത്തോടുകൂടി ആശ്രമത്തിൽ നിന്ന് പുറത്തിറങ്ങി ലക്ഷ്യബോധമില്ലാതെ വനാന്തരത്തിൽ അങ്ങുമിങ്ങും സീതയെ അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞു. സീത നേരം പോക്കിന് എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കുകയായിരിക്കുമോ, അതോ പൂക്കളിറക്കുവാൻ എങ്ങോട്ടെങ്കിലും പോയതായിരിക്കുമോ, അതുമല്ലെങ്കിൽ സ്നാനത്തിനായി താമരപ്പൊയ്കയിൽ എത്തിയതായിരിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങളെല്ലാം തീരുകയായി ഒരിടത്തും സീതയെ കാണാതിരുന്നപ്പോൾ. ഒടുവിൽ ഒരുതരം മാനസികമായ വിഭ്രാന്തി ഉളവായതുപോലെ ശ്രീരാമൻ സചേതനങ്ങളും അചേതനങ്ങളുമായ പലതിനോടും ഉറക്കെ വിളിച്ചു ചോദിച്ചു, അവയിൽ ഏതെങ്കിലും സീതയെ എവിടെയെങ്കിലും കണ്ടുമുട്ടിയോ എന്ന്. കടമ്പ്, മരുത്, ബവളം, വേങ്ങ തുടങ്ങിയ എത്രയോ മരങ്ങൾ, മാൻ, ആന, വ്യാഘ്രം മുതലായ വന്യമൃഗങ്ങൾ ഇവയോടൊക്കെ അന്വേഷിച്ചിട്ട് ഉത്തരം കിട്ടാഞ്ഞപ്പോൾ പ്രിയാവിരഹത്തിൽ എരിപൊരി കൊള്ളുന്ന ഭർത്താവ് വീണ്ടും വീണ്ടും വിഫലമായ അന്വേഷണങ്ങൾ നടത്തി ആശ്രമത്തിൽ തിരിച്ചെത്തി ലക്ഷ്മണന്റെ മുമ്പിൽ കഥനഭാരം ഇറക്കി വെച്ചു. ലക്ഷ്മണൻ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു. ജ്യേഷ്ഠ, ഇങ്ങനെ ദുഃഖിച്ചിട്ട് ആവശ്യമില്ല. നമുക്കൊന്നിച്ച് ജ്യേഷ്ഠത്തിയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ജ്യേഷ്ഠത്തിക്ക് വനഭംഗി ആസ്വദിക്കാൻ വലിയ കമ്പമാണല്ലോ. ഒരുപക്ഷെ ചിലയിടങ്ങൾ നടന്ന് കാണുകയായിരിക്കും, അല്ലെങ്കിൽ പൊയ്കയിൽ ഇറങ്ങി കുളിക്കുകയായിരിക്കും, അതുമല്ലെങ്കിൽ നമ്മെ കളിയാക്കാനായി വല്ലയിടത്തും ഒളിച്ചിരിക്കുകയായിരിക്കും. ഏതായാലും നമുക്കൊന്ന് അന്വേഷിച്ചിറങ്ങാം. കാടുകളിൽ, മേടുകളിൽ, താഴ്വരകളിൽ, നദീതീരങ്ങളിൽ സഹോദരന്മാർ അന്വേഷണം നടത്തിയെങ്കിലും സീതയെ ഒരിടത്തും കണ്ടുകിട്ടിയില്ല. നിരാശാഭരിതനായി തീർന്ന ശ്രീരാമൻ പറഞ്ഞു, ലക്ഷ്മണ, കൈകേയി അമ്മ ഇന്ന് ചരിതാർത്ഥയായി. സീതയെ കൂടാതെ ഞാൻ എങ്ങനെ അയോധ്യയിലേക്ക് മടങ്ങും? ജനക മഹാരാജാവിനോട് ഞാൻ എന്തു സമാധാനം പറയും? നീ എന്നെ ഇവിടെ വിട്ടിട്ട് അയോധ്യയിലേക്ക് പോയിക്കൊള്ളൂ. രാജ്യം ഭരിക്കാൻ ഞാൻ ഭരതന് അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന് നീ എനിക്ക് വേണ്ടി അവനോട് പറയണം. 3 അമ്മമാരെയും നീ നല്ലതുപോലെ രക്ഷിക്കുകയും വേണം. അത്രയും പറഞ്ഞ് ശ്രീരാമൻ നിലവിട്ട് വിലപിച്ചു തുടങ്ങി. ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠ, ദുഃഖം അടക്കുക തന്നെ വേണം. ധൈര്യം അവലംബിച്ചേ പറ്റുകയുള്ളൂ. വീരപുരുഷന്മാർക്ക് ദുസ്സാധ്യമായ കൃത്യങ്ങൾ അനുഷ്ഠിക്കേണ്ടി വന്നാൽ അവർ ഒരിക്കലും തളരാൻ പാടില്ല. അങ്ങ് വീരപുരുഷന്മാരിൽ വീരപുരുഷനാണല്ലോ. താൽക്കാലികമായി സ്ഥൈര്യം വീണ്ടെടുത്ത ശ്രീരാമൻ ആദ്യം ലക്ഷ്മൺ മുഖേനയും പിന്നീട് തനിച്ചും ഒടുവിൽ 2 പേരുമായും പുണ്യനദിയായ ഗോദാവരി തീരത്തെ എല്ലായിടത്തും അന്വേഷിച്ചുവെങ്കിലും സീതയെക്കുറിച്ച് ഒരു തുമ്പും കിട്ടിയില്ല. മൃഗങ്ങളുടെ ഭാഷകളും ചേഷ്ടകളും നല്ലപോലെ മനസ്സിലാക്കിയിരുന്ന ലക്ഷ്മണൻ അറിയിച്ചു, സീതയെ അപഹരിച്ചു കൊണ്ടുപോയത് ദക്ഷിണ ദിക്കിലേക്കാണ് എന്ന് അവർ സൂചിപ്പിക്കുന്നുണ്ടെന്ന്. ആ ദിക്കിലേക്ക് അവർ കുറച്ചു ദൂരം പോയപ്പോഴേക്കും ഒരിടത്ത് ഏതോ 2 യുദ്ധവീരന്മാർ തമ്മിൽ ഘോരമായ ദ്വന്ദ്വയുദ്ധം നടന്നതിനുള്ള ചില തെളിവുകൾ കാണുമാറായി. ശ്രീരാമൻ പറഞ്ഞു, ലക്ഷ്മണ, സീതയെ പിടിച്ചു കൊണ്ടുപോയ രാക്ഷസനും മറ്റൊരു രാക്ഷസനും തമ്മിൽ അവളെ കൊന്നു തിന്നുന്നതിന് വേണ്ടി പോരാടിയിട്ടുണ്ടാവണം. ആ സമയത്ത് അവരിൽ നിന്ന് അവളെ രക്ഷിക്കുവാനായി ധർമ്മം പാലിക്കുന്നവരെന്ന് സ്വയം ഉദ്ഘോഷിക്കുന്ന അമാനുഷവർഗക്കാരിൽ ആരും മുമ്പോട്ട് വന്നില്ല. ഞാനൊരു ഭീരുവാണെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവും. അവരെന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അത്രയും പറഞ്ഞപ്പോഴേക്കും ദുഃഖത്തിൻ്റെയും നിരാശയുടെയും നിഴലുകൾ വീശിയിരുന്ന ശ്രീരാമവദനത്തിൽ കോപത്തിൻ്റെ അരുണിമ കലരുകയും താമരദളങ്ങൾ പോലെയുള്ള വിശാല നേത്രങ്ങളിൽ നിന്ന് അഗ്നിസ്ഫുലങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ടോ എന്ന് തോന്നിക്കുകയും അരോഗദൃഢഗാത്രം ആപാദമസ്തകം ഒന്ന് വിറയ്ക്കുകയും ചെയ്തു. ശത്രുനിഗ്രഹ ശക്തി കൊണ്ട് ലോകമാകെ നടക്കുവാൻ പോരുന്ന കോദണ്ഡ ചാപം കുലച്ച് തീക്ഷ്ണമായൊരു ശരം തൊടുത്തിട്ട് ശ്രീരാമൻ വനത്തെ ആകെ പ്രകമ്പനം കൊള്ളിക്കുമാർ കഠോര സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ലക്ഷ്മണ, സീതയെ എനിക്ക് മടക്കി കിട്ടാത്ത പക്ഷം അമാനുഷിക വർഗങ്ങൾ ഉൾപ്പെടെ ഈ ലോകത്തെ ഞാൻ നശിപ്പിക്കും. ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠ, ദയവായി കോപം അമർത്തണം. യാതൊരു ദുഃഖവും അനുഭവിക്കാത്ത ഒരൊറ്റ മനുഷ്യനുമില്ല. യയാതി, നഹുഷൻ, ദേവേന്ദ്രൻ, അതെന്തിന് നമ്മുടെ പിതാവ് കുലാചാര്യനായ വസിഷ്ഠ മഹർഷി എന്നിവർക്ക് പോലും ദുഃഖമുണ്ടായിട്ടുണ്ട്. ജ്യേഷ്ഠൻ സാധാരണക്കാരെ പോലെ പെരുമാറരുത്. എത്ര വലിയ കഷ്ടപ്പാടുണ്ടായാലും ജ്യേഷ്ഠൻ്റെ ബുദ്ധിക്ക് മങ്ങലുണ്ടാവാൻ പാടില്ല. ജ്യേഷ്ഠത്തിയെ കട്ടുകൊണ്ടുപോയത് ആരാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അതിനുശേഷം അവനോട് പകവീട്ടണം. അതാണ് നമ്മുടെ കർത്തവ്യം. അനുജന്റെ അഭിപ്രായ പ്രകടന രൂപത്തിലുള്ള ഉപദേശം അർത്ഥവത്തും സ്വീകാര്യവുമാണെന്ന് ബോധ്യപ്പെട്ട ശ്രീരാമൻ കോപം വെടിഞ്ഞ് ശാന്തചിത്തനായി ലക്ഷ്മണനോട് ഒന്നിച്ച് വീണ്ടും സീതാന്വേഷണത്തിനിറങ്ങി. തെല്ലുദൂരം നടന്നു പോയപ്പോൾ മാർഗമധ്യേ ശകലിത ശരീരനായി രക്താഭിഷിക്തനായി അർത്ഥപ്രണനായി കിടക്കുന്ന ജഡായുവിനെ കണ്ട് അത് സീതാപഹർത്താവായ രാക്ഷസനാണെന്ന് തെറ്റിദ്ധരിച്ച് ശ്രീരാമൻ വധോദ്ദേശത്തോടുകൂടെ വില്ലിൽ അമ്പു തൊടുത്തു. മരണോന്മുഖനായ ജഡായു ദീനസ്വരത്തിൽ പറഞ്ഞു, ശ്രീരാമ, ഞാൻ രാക്ഷസനല്ല. അങ്ങയുടെ പിതാവിൻ്റെ ആത്മമിത്രവും അഭ്യുദയകാംക്ഷിയുമായ ജഡായുവാണ്. രാക്ഷസ രാജാവായ രാവണൻ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് കണ്ട് ഞാൻ ആ മഹാപാപിയെ ചെന്ന് എതിർത്തു. അവൻ എൻ്റെ ചിറകുകൾ വെട്ടിയിട്ട് സീതാദേവിയെയും കൊണ്ട് ലങ്കയിലേക്ക് പോയി. ഞാനിതാ മരിക്കാറുമായി.
അത് കേട്ട് ശ്രീരാമൻ ലക്ഷ്മണനോടൊന്നിച്ച് ജടായുവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് തനിക്ക് വേണ്ടി മഹാത്യാഗ്യമായ ജീവത്യാഗത്തിന് മുതിർന്ന ആ വൃദ്ധപ്രവരനെ സ്നേഹാധിക്യത്തോടെ തഴുകി. ജടായു ഒന്ന് കൂട്ടിച്ചേർത്തു, രാവണൻ സീതാദേവിയെ കട്ടുകൊണ്ടുപോയത് ബിന്ദം എന്ന മുഹൂർത്തത്തിലായിരുന്നു. അപഹരിക്കപ്പെട്ട വസ്തു ഉടമസ്ഥന് തിരിച്ചു കിട്ടും എന്നതാണ് ആ മുഹൂർത്തത്തിൻ്റെ പ്രാധാന്യം. അക്കാര്യം ബുദ്ധിശൂന്യനായ രാവണൻ ആലോചിച്ചില്ല. അങ്ങ് അവനെ വധിച്ച് സീതാദേവിയെ വീണ്ടെടുക്കാൻ ഇടവരും. അതിനുശേഷം ജടായുവിൻ്റെ കാലുകൾ തനിയെ നീളുകയും ശരീരം പിടയുകയും തല ചായുകയും ജീവൻ പോവുകയും ചെയ്തു. വികാരവിവശനായിത്തീർന്ന ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, അനുജ, എനിക്ക് വേണ്ടി ഈ പക്ഷിശ്രേഷ്ഠൻ സ്വജീവൻ കളയുകയാണ് ചെയ്തത്. നമ്മുടെ പിതാവ് ദശരഥ മഹാരാജാവ് നമുക്ക് എത്രമാത്രം പൂജ്യനാണോ അത്രമാത്രം പൂജ്യനാണ് പിതൃസുഹൃത്തായ ഈ ജടായുവും. മഹാത്മാവായ ജടായുവിൻ്റെ പുണ്യാത്മാവ് സൽഗതി നേടുമാറാവട്ടെ. അത്രയും പറഞ്ഞ് ശ്രീരാമൻ ലക്ഷ്മണന്റെ സഹായത്തോടെ വിറക് കൊണ്ടുവന്ന് നദീതീരത്ത് ചിതയൊരുക്കി അതിൽ ജടായുവിൻ്റെ മൃതശരീരം ഭക്ത്യാദര സമന്വിതം എടുത്തുവെച്ച് തീ കൊളുത്തി ശവസംസ്കാരം നിർവഹിച്ചു. പിന്നീട് നദിയിലിറങ്ങി സ്നാനം ചെയ്ത് പിണ്ടം വെച്ച് വിധിപ്രകാരമുള്ള ക്രിയകൾ അനുഷ്ഠിച്ച് സംസ്കാര മന്ത്രങ്ങൾ ഉരുക്കഴിച്ചു. അതിനുശേഷം ഉദകക്രിയ ചെയ്ത് പരേതാത്മാവിന് മോക്ഷപ്രാപ്തി ഉണ്ടാവാൻ പ്രാർത്ഥിച്ച് ചടങ്ങുകൾ അവസാനിപ്പിച്ച് ത്യാഗിവര്യനായ പക്ഷീന്ദ്രനോടുള്ള കൃതജ്ഞത പ്രകടമാക്കി. സീതാന്വേഷണത്തിനിറങ്ങിയ സഹോദരന്മാർ വീണ്ടും സഞ്ചാരം തുടർന്ന് മനുഷ്യപ്രവേശം ഉണ്ടായിട്ടില്ലാത്തതും ഏറ്റവും ഭീതിജനകവും ദുർഗമവുമായ ഒരു വനത്തിൽ പ്രവേശിച്ചു. ജനസ്ഥാനത്ത് നിന്നും 3 വെളിപ്പാട് അകലെയുള്ള ക്രൗഞ്ചാരണ്യം എന്നു പേരായ ആ ഘോര വിപിനം പിന്നിട്ട് വീണ്ടും 3 വെളിപ്പാട് ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന മാതംഗാശ്രമത്തിൻ്റെ പരിസരത്തിൽ അവർ എത്തിച്ചേർന്നു. അവിടെ ഒരു ഗുഹയ്ക്കകത്ത് ബീബൽ സ്വരൂപിണിയായ അയോമുഖി എന്നൊരു ഘോര രാക്ഷസി വസിക്കുന്നുണ്ടെന്ന് അവൾ പുറത്തിറങ്ങി വന്നപ്പോൾ മാത്രമേ ശ്രീരാമലക്ഷ്മണന്മാർക്ക് അറിവായുള്ളൂ. വധോദ്ദേശത്തിന് പകരം കാമപൂരണത്തിനുള്ള ആഗ്രഹത്തോടുകൂടി ആ രാക്ഷസി മുമ്പ് ശൂർപ്പണഖ ശ്രീരാമനെ എന്ന പോലെ ലക്ഷ്മണനെ സമീപിച്ചു. മേഘനിർഘോഷണത്തിന് തുല്യമായ കഠോര ശബ്ദത്തിൽ അവൾ ലക്ഷ്മണനോട് പറഞ്ഞു, നീ എൻ്റെ ഭർത്താവായി എന്നോടുകൂടി ഇവിടെ കഴിയണം. നമുക്കിവിടെ സ്വച്ഛന്നം വിവരിക്കാം, വരൂ. മുമ്പ് രാമലക്ഷ്മണന്മാർ ശൂർപ്പണഖയോട് നടത്തിയ സംഭാഷണത്തിൻ്റെ ആവർത്തനമോ അനുകരണമോ ഈ അവസരത്തിൽ അയോമുഖിയോടുണ്ടായില്ല. എങ്കിലും ശൂർപ്പണഖയോടുണ്ടായ സംഭാഷണത്തെ അനുഗമിച്ച ഒരു ക്രിയ കുപിതനായിത്തീർന്ന ലക്ഷ്മണൻ അധോമുഖിയോട് ചെയ്യാതിരുന്നില്ല. കുമാരൻ ഉറയിൽ നിന്ന് വാൾ വലിച്ചൂരി ഒറ്റ വെട്ടിന് അവളുടെ മൂക്കും മുലയും ചെവിയും അരിഞ്ഞു നിലത്തിട്ടു. അസഹനീയമായ വേദനയോടുകൂടെ അലമുറയിട്ടുകൊണ്ട് ശേഷമുള്ള ശരീരാവയവങ്ങളും പ്രാണനും രക്ഷിക്കുന്നതിനു വേണ്ടി നിശാചരി കാമാവേശം മതിയാക്കി അവിടെ നിന്ന് ഓടിപ്പോയി. ഭയമെന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ദശരഥപുത്രന്മാർ വനാന്തർഭാഗത്തേക്ക് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠ, എന്തുകൊണ്ടെന്ന് അറിഞ്ഞില്ല, ആപത്തിൻ്റെ ചില മുൻസൂചനകൾ ഞാൻ കാണുന്നുണ്ട്. ഏതോ ഒരു ഭയങ്കര ശത്രു നമ്മെ നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ വരാനിടയുണ്ട്. നാം കരുതിയിരിക്കണം. എങ്കിലും നമുക്ക് വിജയം സിദ്ധിക്കുമെന്ന് ഉറപ്പാണ്. വഞ്ചുളകം എന്ന പക്ഷി ശബ്ദിക്കുകയാണല്ലോ. ഏറ്റവും നല്ല ശബ്ദമാണ് അത്. അത്രയും പറഞ്ഞു തീർന്നില്ല. 8 ദിഗന്ധങ്ങളെയും പ്രകമ്പനം കൊള്ളിക്കുവാൻ പോരുന്ന ശ്രവണകഠോരമായ ഒരു ഗർജനം വനത്തിനുള്ളിൽ നിന്ന് ഉയരുകയായി. അടുത്ത നിമിഷത്തിൽ ശ്രീരാമലക്ഷ്മണന്മാരുടെ വഴിമുടക്കിക്കൊണ്ട് അല്പം ദൂരെയായി നിൽക്കുന്നതായി കാണപ്പെട്ട ഭീകര രാക്ഷസന്റെ ഗർജനമായിരുന്നു അതെന്ന് സ്പഷ്ടമായിരുന്നു. അസാമാന്യമായ വലുപ്പവും കാളമേഘത്തിനൊത്ത നിറവും ശരീരം പൊതിയുന്ന രോമാവലിയുമൊക്കെ മറ്റു പല രാക്ഷസന്മാർക്കും ഉള്ളതുപോലെ ഇവനുമുണ്ടെങ്കിലും മറ്റാർക്കുമില്ലാത്ത ഒരു പ്രത്യേകത രാമലക്ഷ്മണന്മാരുടെ ശ്രദ്ധയെ ആകർഷിച്ചു. ശിരസ് കഴുത്തിന്മേലല്ല, വയറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ആ സത്വത്തിൻ്റെ ഭീകരത എത്രമാത്രമാണെന്ന് അനുമാനിക്കുവാൻ പ്രയാസമുണ്ടാവില്ല. അഗ്നികുണ്ഡങ്ങളോട് സാദൃശ്യം വഹിക്കുന്ന വട്ടക്കണ്ണുകളും നീണ്ടുകൂർത്ത കരാളമായ ദംഷ്ട്രങ്ങളും നീണ്ടതും വീതി കൂടിയതും ചുവന്നതുമായ നാവുമെല്ലാം ഉദരസ്ഥമായ ശിരസിൽ തെളിഞ്ഞു കാണാമായിരുന്നു. എടുത്തു പറയത്തക്ക മറ്റൊരു പ്രത്യേകത കബന്ധൻ എന്ന അന്വർത്ഥനാമമുള്ള ആ കരാള രാക്ഷസനുള്ളത് ഓരോ യോജന നീളമുള്ള ബാഹുദണ്ഡങ്ങളുമാണ്. നൊടിക്കിടയിൽ ലക്ഷ്മണൻ മാത്രമല്ല ശ്രീരാമനും കബന്ധൻ്റെ കൈകളുടെ പിടിയിൽ അമർന്ന് എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങുകയായി. ആ അവസരത്തിൽ സുസ്ഥിര ചിത്തനെന്ന് എല്ലാവരാലും കരുതപ്പെടുന്ന ലക്ഷ്മണൻ എന്തുകൊണ്ടെന്ന് അറിഞ്ഞില്ല താൻ മരണവസ്ത്രത്തിൽ പ്രവേശിച്ചിരിക്കുകയാണെന്ന് തോന്നലുണ്ടായി. അപ്പോഴും തൻ്റെ ജീവനേക്കാൾ ശ്രീരാമൻ്റെ ജീവന് വില കൽപ്പിച്ചിരുന്ന ആ ഭാതൃസ്നേഹി വിളിച്ചു പറഞ്ഞു, ജ്യേഷ്ഠ, എൻ്റെ ജീവരക്ഷയെക്കുറിച്ച് ആലോചിച്ച് ജ്യേഷ്ഠൻ വ്യാകുലപ്പെടേണ്ടതില്ല. ജ്യേഷ്ഠൻ ഏത് വിധനെയെങ്കിലും ഈ രാക്ഷസന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോണം. അയോധ്യയിലെത്തി രാജ്യം പരിപാലിക്കുകയും വേണം. ഈ അനുജനെ മറക്കരുതെന്ന അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ.
ഭയലേശമോ ചാഞ്ചല്യമോ ലേശവും ഇല്ലായിരുന്നുവെങ്കിലും താനും അനുജനും ഗുരുതരമായ വിപത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന പരമാർത്ഥം അവഗണിക്കുവാൻ ശ്രീരാമൻ സന്നദ്ധനായില്ല. കാലമാകുന്ന മഹാശക്തിക്ക് അടിമപ്പെടുമ്പോൾ ശക്തന്മാരും രണശൂരന്മാരും വെറും മണൽ ചെറുകുകൾക്ക് തുല്യമാണെന്നും അപ്പോൾ അസ്ത്രപ്രയോഗ ചാതുര്യമോ ശൗര്യമോ പ്രയോജനപ്പെടുകയില്ലെന്നും ശ്രീരാമൻ ഓർമ്മിക്കാതിരുന്നില്ല. അതിനിടയ്ക്ക് കബന്ധൻ്റെ ഇടിവെട്ടിന് തുല്യമായ സ്വരം കേൾക്കുകയായി. ആയുധധാരികളായ നിങ്ങൾ രണ്ടുപേരും ആരാണെന്നും ഈ വനത്തിൽ എന്തിനു വന്നു എന്നും അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഏതായാലും എൻ്റെ ഭക്ഷണമായിട്ടാണ് ദൈവം നിങ്ങളെ ഇവിടേക്ക് അയച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതം നിമിഷങ്ങൾക്കകം അവസാനിക്കും. കബന്ധൻ്റെ വാക്കുകൾ വീൺവാക്കുകളല്ലെന്നും ഉടൻ പ്രവർത്തിച്ചില്ലെങ്കിൽ തങ്ങൾ അവൻ്റെ ഭക്ഷണമാകുമെന്നും മനസ്സിലാക്കിയ ശ്രീരാമൻ ഖഡ്ഗം വലിച്ചൂരി അവൻ്റെ വലതുകൈ വെട്ടിമുറിച്ച് തള്ളുകയും അത് കണ്ട് സ്വതസിദ്ധമായ ധൈര്യം വീണ്ടെടുത്ത ലക്ഷ്മണൻ അവൻ്റെ ഇടതുകൈ വേർപെടുത്തുകയും ചെയ്തു. ബാഹുവിഹീനനായി രക്താഭിഷിക്തനായി നിസ്സഹായനായി നിൽക്കുന്ന രാക്ഷസനോട് ലക്ഷ്മണൻ പറഞ്ഞു, നിന്റെ ചോദ്യത്തിന് ഞാനിപ്പോൾ ഉത്തരം പറയാം. ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരായ രാമലക്ഷ്മണന്മാരാണ് ഞങ്ങൾ. വനവാസം അനുഷ്ഠിക്കുന്നതിനിടയിൽ എൻ്റെ ജ്യേഷ്ഠപത്നി സീതാദേവിയെ ഒരു കശ്മലൻ അപഹരിച്ചു കൊണ്ടുപോയി. അന്വേഷിച്ചു നടക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും. ആട്ടെ, നീ ആരെന്നും നിന്റെ തല എങ്ങനെ വയറ്റിലായെന്നും പറഞ്ഞാൽ കൊള്ളാം. അത്രയും കേട്ടതോടുകൂടെ കബന്ധൻ്റെ ചുണ്ടുകളിൽ സന്തോഷസൂചകമായ ഒരു പുഞ്ചിരി വിരിയുകയും ദേഹമാസകലം രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, ശ്രീരാമ, ലക്ഷ്മണ, എൻ്റെ പൂർവ്വജന്മത്തിൽ ഞാൻ നേടിയ പുണ്യം കൊണ്ട് എനിക്കിപ്പോൾ നിങ്ങളെ കാണാൻ സാധിച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ കൈകൾ വെട്ടിമുറിച്ചത് മുഖേന എനിക്ക് ശാപമോക്ഷം നൽകുകയും ചെയ്തിരിക്കുന്നു. ഞാൻ എന്നെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാം. തുടർന്ന് കബന്ധൻ തൻ്റെ വിചിത്രമായ പൂർവ്വകഥ അവരെ കേൾപ്പിച്ചു. ആദ്യകാലത്ത് അന്യരെ അത്ഭുതപ്പെടുത്തുക മാത്രമല്ല അസൂയപ്പെടുത്തുകയും ചെയ്തിരുന്ന ആകാര സുഷമയുടെ ഉടമസ്ഥനായിരുന്ന ധനു അടങ്ങിയൊതുങ്ങി കഴിയുന്നതിന് പകരം ഒരു കുസൃതി കാട്ടിക്കൊണ്ട് അങ്ങുമിങ്ങും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. മറ്റുള്ളവരെ പേടിപ്പെടുത്തി അവരുടെ ചേഷ്ടകൾ കണ്ട് രസിക്കുകയും ചിരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അവൻ്റെ കുസൃതി. ബീഭത്സവും ഭീതിജനകവുമായ രൂപം ധരിച്ച് അന്യരുടെ മുമ്പിൽ മുന്നറിയിപ്പ് കൂടാതെ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ പേടിച്ചു പോയെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടാനില്ല. അങ്ങനെ പലരെയും പേടിപ്പിച്ചും രസിപ്പിച്ചും കൊണ്ട് ധനു പലയിടങ്ങളിലും യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഒരിക്കൽ അവന് അവിചാരിതമായ ഒരു ശിക്ഷ കിട്ടി. സ്ഥൂല ശിരസ് എന്നു പേരുള്ളയാളും അപരിചിതമായ ആത്മശക്തിയുള്ള ആളുമായ ഒരു തപോധനനാണ് ശിക്ഷ നൽകിയത്. അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കാതെ ധനു ഒരു ഭയങ്കര രൂപം ധരിച്ച് പേടിപ്പെടുത്തുവാൻ ഒരുക്കമായി. ഭയചകിതനാകുന്നതിന് പകരം സ്ഥൂല ശിരസ് കോപാവിഷ്ടനാവുകയാണ് ഉണ്ടായത്. അദ്ദേഹം ധനുവിന് ശാപമേകി, ഇപ്പോൾ നീ ധരിച്ചിരിക്കുന്ന വികൃത രൂപം നിനക്ക് എന്നും ഉണ്ടായിരിക്കട്ടെ. ശാപമേറ്റ നിമിഷത്തിൽ അവൻ പശ്ചാത്താപാർത്ഥനായി സ്ഥൂലശിരസിൻ്റെ പാദങ്ങളിൽ വീണ് കരഞ്ഞുകൊണ്ട് അവൻ യാചിച്ചു, മഹാത്മൻ, എൻ്റെ അവിവേകം പുറത്ത് അങ്ങ് എനിക്ക് ശാപമോക്ഷം തരണേ. ആ യാചന തപോധനൻ്റെ ഹൃദയത്തെ ആർദ്രമാക്കി. അദ്ദേഹം പറഞ്ഞു, ഇനിയൊരിക്കൽ ദശരഥപുത്രനായ ശ്രീരാമൻ നിന്റെ കൈ മുറിക്കുകയും നിന്റെ മൃതശരീരം ദഹിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നിനക്ക് നിന്റേതായ പൂർവ്വരൂപം ലഭിക്കും. പിൽക്കാലത്ത് ധനു കഠിന തപസ് ചെയ്ത് ബ്രഹ്മദേവനെ സംതൃപ്തനാക്കുകയും അതിൻ്റെ ഫലമായി ദീർഘായുസ് സമ്പാദിക്കുകയും ചെയ്തു. അപ്പോഴെങ്കിലും അവൻ്റെ മനസ്സിൽ വിവേകം ഉണ്ടാകേണ്ടതായിരുന്നു. എങ്കിലും മറിച്ചാണ് സംഭവിച്ചത്. അതിരുകടന്ന അഹങ്കാരമുണ്ടായിരുന്നു. അവൻ ഒരിക്കൽ ദേവേന്ദ്രനെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. വെല്ലുവിളി സ്വീകരിച്ച ദേവേന്ദ്രൻ ഉള്ളം നടക്കുന്ന വജ്രായുധം ഉപയോഗിച്ച് അവനെ വധിക്കുന്നതിന് പകരം അവൻ്റെ തലയെ വയറ്റിലാക്കി. ബ്രഹ്മദേവനിൽ നിന്ന് ദീർഘായുസ് നേടിയ ഒരുവൻ്റെ ജീവൻ അപഹരിക്കുക എന്നത് ദേവേന്ദ്രനും അസംഭവമാണല്ലോ. ജീവസന്ധാരണത്തിന് ഇരകളെ പിടിക്കുന്നതിനായി അവൻ്റെ കൈകൾ 1 യോജന നീളത്തിലാക്കി എന്നൊരു ഉപകാരം ദേവേന്ദ്രൻ ചെയ്തു കൊടുത്തു. അന്നു മുതൽ അവൻ ഈ വനത്തിൽ പാർത്ത് നീണ്ട കൈകൾ കൊണ്ട് വന്യമൃഗങ്ങളെ പിടിച്ചു കൊന്ന് വയറ്റിലെ ശിരസിലുള്ള വായിലാക്കുക പതിവായി. അക്കഥ കേൾപ്പിച്ചിട്ട് കബന്ധൻ പറഞ്ഞു, ശ്രീരാമ, എന്നെങ്കിലും അങ്ങ് എൻ്റെ കൈക്കുള്ളിലാകാതിരിക്കില്ല. അതായിരുന്നു എൻ്റെ ആശ. ഞാൻ ആ ആശയോടുകൂടെ ഇത്രയും കാലം ഇവിടെ കഴിഞ്ഞുകൂടി. ഇന്നിപ്പോൾ എനിക്ക് ശാപമോക്ഷം സംഭവിക്കുകയാണ്. ഞാൻ കഴിയുന്ന വിധത്തിലെല്ലാം അങ്ങയെ സഹായിക്കാം. ഉത്തമനായ ഒരു സ്നേഹിതനെയും നിർദ്ദേശിക്കാം. അതിനു മുമ്പ് അങ്ങ് എൻ്റെ ഈ ശരീരത്തെ അഗ്നിക്ക് ഭക്ഷണമാക്കണം. ഇവിടുന്ന് അങ്ങോട്ട് വഴി കാട്ടുന്നത് കബന്ധൻ്റെ വിവരണങ്ങളാണ്. അത് അടുത്ത ദിവസം.